ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഇങ്ങനെ കറുത്തുപോയ പഴം ആരും കളഞ്ഞ ആളെയല്ലേ, നമുക്ക് നല്ല കിടിലം ഐറ്റം ഉണ്ടാക്കാമല്ലോ. അതിനു വേണ്ടി 4 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെല്ലത്തിന് പകരം പഞ്ചസാര എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, പിന്നെ നെയ്യ്, കുറച്ച് ഏലക്കായൻ്റെ പൊടി. ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മളിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ പഴം നമ്മുടെ മിക്സിയുടെ ജാറിലെടുത്തിട്ടിട്ട് റെഡിയാക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരുന്നു. അടിപൊളി സാധനമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, ആരും മറന്നു പോകല്ലേ. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഓളെന്ന ബെൽ ബട്ടൺ അമർത്തുക, എന്നിട്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഹൈപ്പ് ഉണ്ട്, ആ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടി എല്ലാവരും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് കിട്ടും. അപ്പം അതും കൂടി എല്ലാവരും ചെയ്യണേ. നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ സാധനം ഞാനിങ്ങനെ ആക്കുന്നത് നിങ്ങൾക്ക് കാണാം. എല്ലാവരും ആക്കുന്ന തന്നെയായിരിക്കും, എന്നാലും ഞാനാക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരും, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ ഗൈസ്. അപ്പം പഴമെല്ലാം ഞാൻ മുറിച്ച് കണ്ടീഷനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം വേഗം പോയി ഇതാ വരാം. അപ്പം ഇതാ പഴം അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പം ഗ്യാസ് കത്തിക്കട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പഴം എടുത്തു കൊണ്ടുവന്നത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്താക്കി ഞാനിതൊന്ന് വഴറ്റിയെടുക്കട്ടെ. നമ്മളെ പഴം പഴം കുറച്ചൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മളെടുത്ത് വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുക്കട്ടെ. സിമ്മിലാക്കി വെക്കട്ടെ, അധികം ഇതാക്കാൻ പാടില്ല. അപ്പം ഞാനെല്ലാം ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അരിപ്പൊടിയും നമ്മളെ പഴവും എല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. സിമ്മിലാക്കണേ, സിമ്മിലാക്കാണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ എല്ലാം ഇതാവും. ഇനി നമുക്കെന്ത് വേണം, ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ വെച്ച തേങ്ങയുണ്ട് ഇവിടെ, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് നല്ലവണ്ണം വഴറ്റിയെടുക്കും.
തേങ്ങയും കൂടിയിട്ട് എല്ലാം നല്ലോണം ഇളക്കിയെടുക്കുക. തേങ്ങ ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്. വെല്ലോ പഞ്ചസാരയോ ഒന്നാ ചേർക്കുന്നത് വെച്ചാൽ ചേർക്കാം കേട്ടോ. ഇന്നതെന്നൊന്നുമില്ല, ഓരോരുത്തരെയും എരിഞ്ഞ്. അപ്പം ഞാൻ വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും വെല്ലാണ് ഞാൻ എടുത്തത്, അതും ഇട്ട് കൊടുത്തു. നല്ലവണ്ണം ഇതും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വെല്ലെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഉരുകി ചേർന്നു. അപ്പോൾ വെല്ലം ഉരുകിയിട്ട് ഇനിയിപ്പം കുറേശ്ശെ ഒന്ന് അരിഞ്ഞ് ചെയ്യും. അപ്പോൾ ഈ കൂട്ടിൻ്റെ എല്ലാം നല്ലവണ്ണം ആയിട്ട് വരും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ് ചേർക്കാം. ഏലക്കായ പൊടിയും ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ടെല്ലാം കൂടി ആദ്യം ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കണം. അപ്പോൾ എല്ലാ അടിയും നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് തണിയാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ ഇത് തണിഞ്ഞിട്ടിട്ട് ഇത് നമുക്കിനി കുഞ്ഞു ഉരുളിയാക്കാം. കുഞ്ഞുരുളിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഷേപ്പാക്കി കൊടുക്കുക, ഒരു സ്റ്റൈലിന്. വേറെ ഒന്നുമില്ല, ഒന്ന് കാണാനൊരു ഭംഗിക്ക് നമ്മളിങ്ങനെ ആക്കിയിട്ട് ആവിയിൽ വെച്ചിട്ട് വേവിക്കുന്നതാണ് ഇത്. എന്താ കണ്ട, ഇതാ ഇങ്ങനെ കണ്ട. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഞാനിതെല്ലാം എടുത്തിട്ട് പ്ലേറ്റിൽ വെക്കാം. ഇതാ കണ്ട, കാണുന്നുണ്ടാ? ഓക്കെ, ഞാനെന്നാൽ ഇതെല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ട് വരുന്നു. എന്നിട്ട് കാണിച്ചു തരാം, ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ ഉരുട്ടിയെടുത്തു. എന്നിട്ടിങ്ങനെ ആക്കുക. ഇതാ ഇതാ ഇത് ഞാൻ വെറുതെ എൻ്റെ ഇഷ്ടത്തിനൊന്ന് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു രസം വേണ്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നതെന്ന് മാത്രം. അപ്പം അങ്ങനെ ഞാനെല്ലാം എടുത്ത് റെഡിയാക്കിയിട്ട് കാണിച്ചു തരേ. ഇതാ ഒന്നുകൂടി കാണിക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുത്തു. എന്നിട്ട് ഇതേപോലത്തെ ഒരു ഇതുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ഇതാ ഇതേപോലെ ഒന്നാക്കുക. ഇതാക്കിയിട്ടില്ല, വെറുതെ ഉരുട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടിതാ കണ്ട, ഇതാ അപ്പോൾ ഇങ്ങനെ വെച്ചു. ഇതും കൂടിയേ ഉള്ളൂ. ഇതും കൂടി ആയാൽ എല്ലാം ഉരുട്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നതാണ്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക കയ്യിൽ. അപ്പോൾ ഇങ്ങനെയായി. ഇതാ ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാ ഗൈസ്, എല്ലാം ഇങ്ങനെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിക്കണം. അധികം നേരമൊന്നും വേവണ്ട, കുറച്ച് നേരം വെക്കുന്നുണ്ടേ. വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കാം. ഇതെല്ലാം ഇപ്പം വെന്ത സാധനമാണ്, അതുകൊണ്ട് അധിക നേരമൊന്നും ഇതിനെ വേവിക്കണം എന്നില്ല, കുറച്ച് നേരം മാത്രം മതി. ഒന്ന് ആവി കയറ്റി എടുക്കുക, അത്രയും ഉണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് തരാം. അപ്പോഴത്തേക്ക് ഇത് റെഡി ആയിക്കോളും. അപ്പോൾ ഇതാ കഴിഞ്ഞു. അപ്പോൾ ഇതിവിടെ അടച്ച് വെക്കട്ടെ.
അപ്പോൾ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് തുറന്ന് നോക്കാലോ. വാവ്, നമ്മളെ അടിപൊളിയായിട്ടുള്ള പലഹാരം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം വാങ്ങട്ടെ. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ പലഹാരം ഇത് ഇവിടെ റെഡി ആയിട്ടിതാ. നേന്ത്രപ്പഴം, അരിപ്പൊടി, തേങ്ങ, വെല്ലം, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ അടിപൊളി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കേ, ബൈ.